സാധാരണ ഞാൻ കൂടുതൽ ഇന്തോനേഷ്യൻ ഹൊറർ മൂവീസ് ആണ് ചെയ്യാറുള്ളത്. ഇന്നും ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്, പക്ഷേ അത് ഹൊറർ കാറ്റഗറി അല്ല, പകരം ഒരു ആക്ഷൻ ത്രില്ലറാണ്. ഈ ഒരു സിനിമ നമുക്ക് വലിയൊരു മെസ്സേജ് കൂടി നൽകുന്നുണ്ട്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എഡ്വിൻ എന്ന് പറയുന്ന ഒരു പയ്യനെയാണ്. അവനൊരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ചിത്രം വരയ്ക്കുകയാണ്. അപ്പോഴാണ് പങ്ക എന്ന് പറയുന്ന ഒരു പയ്യൻ നമ്മുടെ എഡ്വിന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുക്കുന്നത്. ഇത് നിന്റെ ചേച്ചിക്ക് കൊടുക്കുമോ? അതെന്താ, നിനക്ക് അവളെ ഇഷ്ടമാണോ? ദേ അവള് വന്നല്ലോ, നീ നേരിട്ട് കൊടുത്തോ. പങ്ക സിൽവിയെ പ്രപ്പോസ് ചെയ്യണമെന്ന് കേട്ടപ്പോ സിൽവി ഇപ്പൊ പൊട്ടിച്ചിരിക്കുകയാണ്. പെട്ടെന്നാണ് പതിവില്ലാതെ സ്കൂളിൽ ബെല്ല് മുഴങ്ങുന്നത്. എല്ലാ കുട്ടികളും ഓടി ക്ലാസ്സിലേക്ക് കയറി. പെട്ടെന്നാണ് ക്ലാസ് റൂമുകളിലേക്ക് പ്രിൻസിപ്പൽ കടന്നു വരുന്നത്. പുറത്ത് കലാപം നടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകണം, ഇന്ന് ക്ലാസ് ഇല്ല. ഇത് കേട്ടതും എല്ലാ കുട്ടികളും ധൃതിയിൽ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ പങ്ക ഒരു പണക്കാരന്റെ മകനായിരുന്നു. അവനെ കൊണ്ടുപോകാനായിട്ട് കാറൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു കാറിൽ പോകാമെന്ന് സിൽവിയോടും എഡ്വിനോടും അവൻ പറഞ്ഞെങ്കിലും അവര് കൂട്ടാക്കിയില്ല. അങ്ങനെ പങ്കയും ഇവരുടെ കൂടെ ഇപ്പൊ ബസ്സിലാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇന്തോനേഷ്യയിൽ താമസിക്കുന്ന ചൈനക്കാർക്കെതിരെയാണ് ഈ ഒരു കലാപകാരികള് ആക്രമണം അഴിച്ചുവിടുന്നത്. ഇവര് പോകുന്ന വഴിയിലുള്ള കടകളെല്ലാം തന്നെ ഈ കലാപകാരികള് കുത്തിപ്പൊളിച്ച് അതിനുള്ളിലെ സാധനങ്ങളൊക്കെ മോഷ്ടിക്കുകയാണ്. നമ്മുടെ എഡ്വിനും സിൽവിയും ചൈനീസ് വംശജരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കലാപം നടത്തുന്നവര് ഇവരെ കണ്ടപ്പോ തന്നെ ആ ഒരു ബസ്സിന് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. എന്നിട്ട് ഇവരെ 3 പേരെയും ബസ്സിന് പുറത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. പങ്ക ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതെന്റെ കൂട്ടുകാരാണ്, അവരൊന്നും ചെയ്യലെന്നൊക്കെ. പക്ഷെ ഈ കലാപം നടത്തുന്ന നികൃഷ്ട ജന്തുക്കള് അതൊന്നും കേട്ടില്ല. ഇവരെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. പങ്ക വീണ്ടും തടയാനായിട്ട് നോക്കിയെങ്കിലും അവന്മാര് ഭീഷണി സ്വരത്തിൽ അവനോട് പറഞ്ഞു, നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ കഥ ഞങ്ങൾ കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിലൊരു മുറിവാക്കാണ്. വഴിയില്ലാതെ നമ്മുടെ പങ്ക അവിടെ നിന്നും ഓടിപ്പോയി. കലാപം നടത്തുന്ന ആ വൃത്തികെട്ടവന്മാര് നമ്മുടെ എഡ്വിന്റെ മുമ്പിൽ വെച്ച് അവന്റെ ചേച്ചിയെ റേപ്പ് ചെയ്യുകയാണ്. ഇത് തടയാനായിട്ട് എഡ്വിൻ അങ്ങോട്ടേക്ക് ഓടി വന്നെങ്കിലും എഡ്വിനെ അപ്പൊ തന്നെ അടിച്ച് നിലം പരിശാക്കി ബോധം കെടുത്തുന്നു. പിന്നീട് അവന് ബോധം വന്ന് നോക്കുമ്പോൾ ചേച്ചിയെ അവിടെ കാണാനില്ല. വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാനായിട്ടാണ് നമ്മുടെ എഡ്വിൻ നോക്കുന്നത്. ഈ ഒരു കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കലാപകാരികൾ പിടിക്കും. അവൻ അവിടെ ഉണ്ടായിരുന്ന കരിയൊക്കെ മുഖത്ത് വാരിപ്പൊത്തി ഇപ്പൊ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. പക്ഷേ അവന്റെ അമ്മയും അച്ഛനെയും ഒക്കെ ആ ഒരു വീടുൾപ്പെടെ കലാപകാരികൾ ചുട്ടെരിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി. 2027 കാലഘട്ടം. ഇപ്പോൾ നമ്മുടെ എഡ്വിൻ ഒരു സ്കൂൾ ടീച്ചറാണ്. താൽക്കാലിക ടീച്ചറായിട്ട് ഇപ്പോൾ ജക്കാർത്തയിലുള്ള തോൺഹൈ എന്ന് പറയുന്ന സ്കൂളിലേക്ക് അവൻ പോവുകയാണ്. ഇപ്പോഴും ചൈനക്കാരായിട്ടുള്ള ഇന്തോനേഷ്യൻസിനെ ഇവിടെയുള്ളവർക്ക് തീരെ പറ്റില്ല. പണ്ടത്തെ കലാപമൊക്കെ കെട്ടടങ്ങിയെങ്കിലും ചെറിയൊരു തീപ്പൊരി ഇപ്പോഴുമുണ്ട്. പലപ്പോഴും ചെറിയ ചെറിയ കലാപങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ പ്രിൻസിപ്പള് നമ്മുടെ എഡ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ച സാധനങ്ങളാണ്. അതുങ്ങളുടെയൊക്കെ തന്തയും തള്ളയുടെ സ്വഭാവം തന്നെ ആയിരിക്കുമല്ലോ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ മാഷ് നോക്കിയും കണ്ടൊക്കെ വേണം ക്ലാസ് എടുക്കാനായിട്ട്. ഒന്നിലും കയറി ഇടപെടാൻ നിൽക്കണ്ട, പ്രത്യേകിച്ച് നിങ്ങളൊരു ചൈനീസ് ഇന്തോനേഷ്യനാണ്, അപ്പോൾ അത് മനസ്സിലുണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രിൻസിപ്പൾ പുള്ളിക്കാരനെ ക്ലാസ്സിലേക്ക് വിടുന്നത്. അങ്ങനെ എഡ്വിൻ ഇപ്പോൾ ക്ലാസ് റൂമിന്റെ ഫ്രണ്ടിലെത്തി. അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളോട് ഈ ഒരു ക്ലാസ് റൂം ഇതല്ലേ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇവള് പച്ചത്തെറിയും പറഞ്ഞുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെ ക്ലാസ് റൂമിനകത്തേക്ക് കയറി. അപ്പൊ തന്നെ എഡ്വിന് മനസ്സിലായി ഇവിടെ നിങ്ങളുടെയൊക്കെ സ്വഭാവം. എഡ്വിൻ ഇങ്ങനെ ക്ലാസ് എടുക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ജെഫ്രി എന്ന് പറയുന്ന തല തിരിഞ്ഞ ഒരു കുരുത്തം കെട്ട കുരിപ്പ്, ഒരു വൃത്തികേട് നമ്മുടെ എഡ്വിനെ നോക്കി പറയുന്നത്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോൾ നമ്മുടെ എഡ്വിൻ അവന്റെ അടുത്തേക്ക് ചെന്നു. നീ നിന്റെ വീട്ടിലും ഇത് തന്നെയാണോ പറയാറുള്ളത്? നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഒരുപാട് തല്ലാറുണ്ടല്ലേ? അവരൊക്കെ നിന്നെ നല്ലോണം വെറുക്കുന്നുണ്ടാവുമല്ലോ. ഇത് കേട്ടതും ജെഫ്രി ആകെ അങ്ങോട്ട് ഇല്ലാണ്ടായി. അങ്ങനെ എഡ്വിൻ ഇപ്പൊ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നേരത്തെ ദേഷ്യം തീർക്കാനായിട്ട് ജെഫ്രി ഒരു ബെഞ്ചിന്റെ കഷ്ണം എടുത്തിട്ട് നമ്മുടെ എഡ്വിന്റെ തലക്കിട്ടൊരു ഏറ്. എന്തോ കഷ്ടിച്ചാണ് ആ ഒരു ഏറ് കൊള്ളാണ്ട് നമ്മുടെ എഡ്വിൻ രക്ഷപ്പെടുന്നത്. എഡ്വിൻ അപ്പൊ തന്നെ എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, ഇതാരാ എറിഞ്ഞെന്നൊക്കെ എനിക്കറിയാം. ഇത്രയ്ക്കും ഭീരുവായിട്ടുള്ള ഒരു പൊട്ടനാണല്ലോ ഇതൊക്കെ ചെയ്യുള്ളൂ. അത് പറഞ്ഞോടുകൂടിയിട്ട് ജെഫ്രിക്ക് വീണ്ടും അവനോടുള്ള ദേഷ്യം കൂടുന്നുണ്ട്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ എഡ്വിൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡയാന എന്ന് പറയുന്ന മറ്റൊരു സ്കൂൾ സ്റ്റാഫ് വന്നിട്ട് ഇപ്പൊ എഡ്വിനെ പരിചയപ്പെടുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നോ ഇന്നത്തെ പുതിയ ദിവസം? ഓ, ഭാഗ്യം കൊണ്ട് ആരും ചത്തില്ല എന്നാണ് എഡ്വിൻ പറയുന്നത്. ക്ലാസ് കഴിഞ്ഞു പോകുന്ന എല്ലാ കുട്ടികളെയും നമ്മുടെ എഡ്വിൻ മാറി മാറി നോക്കുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ജെഫ്രിയും കൂട്ടരും ഈ ചെങ്ങായി എന്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, ഇത്രയും വൃത്തികെട്ടവനാണോ ഇവൻ, നമുക്ക് എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ കാറും എടുത്ത് പോകുമ്പോഴാണ് ഒരു ചൈനീസ് വംശജനായിട്ടുള്ള ഒരു പാവ ചെങ്ങായിനെ കാണുന്നത്. അയാളെ കാറിൽ നിന്ന് ഇറക്കി ഇവന്മാര് പഞ്ഞിക്കിട്ട് ഊപ്പാട് വരുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ നമ്മുടെ നാട്ടിൽ ചെറിയ കുട്ടികൾ ക്രിക്കറ്റ് ഒക്കെ അല്ലേ കളിക്കുക, ഇവിടെ ഇതൊക്കെയാണ് പതിവ്. ഇന്തോനേഷ്യയിൽ തന്നെയുള്ള ചൈനീസ് വംശജർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബാർ ഉണ്ടായിരുന്നു അവിടെ. അവിടേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ ടീച്ചറായിട്ടുള്ള എഡ്വിൻ. ആകെ മൂഡ് ഓഫ് ആയിരുന്നു.
ഇതെന്താ ഇവിടെ മൂഡ് ഓഫ് ആയിട്ട് ആരും ഇരിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ ബാർടെൻഡർ ആയിട്ടുള്ള വീര ഇപ്പോ എല്ലാവരോടും നമ്മുടെ എഡ്വിന് വേണ്ടിയിട്ട് ഒരു ആർപ്പ് വിളിക്കാനായിട്ട് പറയാണ്. എല്ലാവരും എഡ്വിന്റെ പേരൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ വിഷ് ചെയ്യുന്നുണ്ട്. എഡ്വിൻ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവരോട് താങ്ക്സ് പറയുന്നു. വീരയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്രഷ് നമ്മുടെ എഡ്വിനോട് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പെഗ് അവന് വേണ്ടി ഫ്രീ ആയിട്ട് അവൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബാറിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ എഡ്വിൻ ഒരു സബ്വേയിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ എഡ്വിന്റെ ക്ലാസ്സിൽ തന്നെയുള്ള സ്റ്റുഡന്റ് ആയിട്ടുള്ള ക്രിസ്റ്റോ എന്ന് പറയുന്ന പയ്യനെ കുറച്ച് വൃത്തികെട്ടവന്മാര് ചേർന്നിട്ട് പഞ്ഞിക്കിടുന്നത് നമ്മുടെ എഡ്വിൻ കാണുന്നത്. എഡ്വിൻ അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ഞാൻ വീട്ടിൽ നിന്നെ കൊണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചപ്പോൾ ക്രിസ്റ്റോ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് നമ്മുടെ എഡ്വിൻ അവന്റെ ചേച്ചിയായിട്ടുള്ള സിൽവിക്ക് കൊടുത്ത വാക്ക് ഓർക്കുന്നത്. സിൽവിയുടെ മകൻ തോൺഹൈ സ്കൂളിൽ എവിടെയോ ഉണ്ട്. ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും തന്നെ മരിക്കുന്നതിന് മുമ്പായിട്ട് എഡ്വിന്റെ സഹോദരിയായിട്ടുള്ള സിൽവി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തോൺഹൈയിലേക്ക് ഇപ്പൊ നമ്മുടെ എഡ്വിൻ ഒരു സ്കൂൾ ടീച്ചറായി വന്നിരിക്കുന്നത്. വീണ്ടും മെട്രോയിൽ വെച്ചിട്ട് ക്രിസ്റ്റോ എന്ന് പറയുന്ന ആ ഒരു പയ്യനെ നമ്മുടെ എഡ്വിൻ കാണുകയാണ്. അങ്ങോട്ടേക്ക് വന്ന ഒരു പാവം അമ്മച്ചിക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ക്രിസ്റ്റോ. അത് കണ്ടപ്പോൾ തന്നെ തന്റെ സഹോദരിയുടെ മകൻ ഇവൻ തന്നെയായിരിക്കുമെന്ന് ഏകദേശം നമ്മുടെ എഡ്വിന് ഉറപ്പായി. അടുത്ത ദിവസം രാവിലെ തന്നെ ജെഫ്രി കലി തുള്ളിയിട്ട് നമ്മുടെ ക്രിസ്റ്റോയുടെ അടുത്തേക്ക് വരികയാണ്. ആരാണ്ടാ നിന്നെ തല്ലിയേ, നമ്മുടെ ടീമിനെ തൊട്ടിട്ട് ഞാൻ അവിടെ വെറുതെ നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കലി തുള്ളി നിൽക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള എഡ്വിൻ അങ്ങോട്ടേക്ക് വരുന്നത്. എല്ലാവരും ഡ്രോയിങ് ബുക്ക് എടുത്തോളൂ, വരച്ചോളൂ. എന്താണ് വരയ്ക്കേണ്ടതെന്ന് പിള്ളേര് ചോദിച്ചപ്പോ നമ്മുടെ എഡ്വിൻ പറഞ്ഞു, നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കണ്ട എന്തെങ്കിലും ഒരു കാര്യം വരയ്ക്കാനായിട്ട്. പക്ഷേ നമ്മുടെ ഈ കുരിപ്പ് ചെക്കനായിട്ടുള്ള ജെഫ്രി ഒന്നും വരയ്ക്കുന്നില്ല. ഇത് കണ്ട നമ്മുടെ എഡ്വിൻ അവന്റെ അടുത്ത് പോയിട്ട് അവനെ വീണ്ടും തളർത്താനായിട്ട് ആരംഭിച്ചു. നിന്നെ ഇന്നും നിന്റെ തന്ത തല്ലിയോ? ഇത് കേട്ടപ്പോ തന്നെ ജെഫ്രി അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് നമ്മുടെ എഡ്വിനെ തല്ലാനായിട്ട് ഇങ്ങനെ ഓങ്ങി നിൽക്കുക. അപ്പൊ എഡ്വിൻ പറഞ്ഞു, എന്താടാ നിനക്ക് തല്ലണാ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടാ, നീ തല്ല് കാണട്ടെ. ജെഫ്രി ആകെ ചീഞ്ഞ് നാരേക്കാണ്. ക്ലാസ്സിൽ വലിയ ഗുണ്ടയാണ്, എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ഒരാൾ ആകെ ഇല്ലാണ്ടായി പോയി. ദേഷ്യം പിടിച്ച ജെഫ്രി തൊട്ടടുത്തിരുന്നവന്റെ ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചിട്ട് അവൻ പടം വരയ്ക്കാനായിട്ട് ആരംഭിച്ചു. എന്നാ നീ വരച്ചോ. പിന്നീട് നമ്മുടെ ക്രിസ്റ്റോയുടെ അടുത്തേക്കാണ് എഡ്വിൻ പോയത്. ക്രിസ്റ്റോ ഒരു കാറിന്റെ ഡിക്കിലായിട്ട് ആരോ കിടക്കുന്ന ഒരു ഫോട്ടോ ആണ് വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ എഡ്വിന് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വരച്ച ചിത്രങ്ങൾ എല്ലാവരും ഇപ്പൊ എഡ്വിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങോട്ടേക്ക് ജെഫ്രി വന്നു. എന്നിട്ട് അവൻ വരച്ച ചിത്രം ഇവന്റെ മുമ്പിൽ വെച്ച് തന്നെ കീറി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നീ തീർന്നടാ, നീ തീർന്ന്. ഇതുള്ളി ജെഫ്രി പോയി. പിന്നീട് ക്രിസ്റ്റോയെ കണ്ട നമ്മുടെ എഡ്വിൻ പറയുന്നുണ്ട്, ക്ലാസ് കഴിഞ്ഞാൽ എനിക്ക് ക്രിസ്റ്റോ ഒന്ന് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് അവനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്റ്റോ വിചാരിക്കുന്നത് എഡ്വിൻ ഒരു ഗേ ആണെന്നാണ്. ക്ലാസ് കഴിഞ്ഞ് പോയ ജെഫ്രിയും കൂട്ടരും കൂടി ചേർന്ന് ക്രിസ്റ്റോനെ തല്ലിയിട്ടുണ്ടായിരുന്ന മറ്റൊരു ഗ്രൂപ്പിലെ പാവം പയ്യനെ അങ്ങോട്ട് കടത്തിക്കൊണ്ട് വന്നേക്കാണ്. ഇവരുടെ കാറിന്റെ ഡിക്കിയിലാണ് ആ പയ്യൻ ഉണ്ടായിരുന്നത്. എല്ലാവരും കൂടി ചേർന്ന് വളരെ മൃഗീയമായിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്, ഒരു വൃത്തികെട്ടവള്. കമ്പിപ്പാര വെച്ചൊക്കെ ആ ഒരു പയ്യനെ മർദ്ദിക്കുന്നുണ്ട്. പാവം ചെക്കനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വാവിട്ട് കരയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തിട്ടാ, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ നികൃഷ്ട ജന്തുക്കള് അതൊന്നും കേൾക്കുന്നില്ല. അവനെ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബിൽഡിങ്ങിൽ പൂട്ടിയിട്ട് അവന്മാര് പോയി. അടുത്ത ദിവസം സ്കൂളിലെ ലൈബ്രറിയിൽ വെച്ച് നമ്മുടെ ഡയാന എന്ന് പറയുന്ന ആ ഒരു സ്കൂൾ സ്റ്റാഫ് എഡ്വിനുമായിട്ട് സംസാരിക്കുകയാണ്. എഡ്വിൻ അപ്പോൾ ഈ ഒരു സ്കൂൾ സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോന്ന്? എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞാനൊരു പെൺകുട്ടിയാണല്ലോ. ഡയാനയുടെ നിർബന്ധപ്രകാരം ചൈനക്കാർ മാത്രം പോകുന്ന ആ ഒരു ബാറിലേക്ക് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് പോവുകയാണ്. പക്ഷേ വീര എന്ന് പറയുന്ന പെൺകുട്ടിക്ക് നമ്മുടെ എഡ്വിനോട് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നല്ലോ. ഈ ഡയാനയുമായിട്ട് എഡ്വിൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ വീരയുടെ മുഖം മാറി. പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ അവിടുത്തെ ന്യൂസ് ചാനലിലേക്ക് തിരികുകയാണ്. 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന ആ ഒരു കലാപം വീണ്ടും പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ള സന്ദേശങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു ബാറിൽ നിന്നും തിരിച്ച് ഇറങ്ങി പോവുകയാണ്. വീട്ടിലേക്ക് ഞാൻ കൊണ്ടുചെന്ന് ആക്കണമെന്ന് നമ്മുടെ എഡ്വിൻ ചോദിക്കുന്നുണ്ട്. വേണ്ട, നിങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കാരണം നിങ്ങൾ ചൈനക്കാരനാണല്ലോ. ഡയാനയുടെ വാക്ക് അറമ്പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. വേഷം മാറി വന്ന ജെഫ്രി ഇപ്പോ എഡ്വിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവനെ ഒരു കത്തി ഉപയോഗിച്ച് കുത്താനായിട്ട് ശ്രമിച്ചപ്പോൾ എഡ്വിൻ ആ ഒരു കത്തി തന്നെ തിരിച്ചു വാങ്ങി അവന്റെ തൊടയിലായിട്ട് ഒരു കുത്തു കൊടുത്തു. അതോടുകൂടിയിട്ട് ഇവന്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരെല്ലാവരും കൂടി ചേർന്ന് ആ ഒരു വാഹനത്തിൽ ജെഫ്രിയെ എടുത്തോണ്ട് പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ പ്രിൻസിപ്പള് ഇപ്പോൾ എഡ്വിനെ വിളിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നമ്മുടെ ജെഫ്രിയും ഉണ്ടായിരുന്നു. ജെഫ്രിയോട് ഇപ്പൊ പ്രിൻസിപ്പള് അവന്റെ പാൻറ് അഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോഴേ ആ ഒരു മുറിവ് അവർക്ക് രണ്ടുപേർക്കും കാണാനായിട്ട് സാധിച്ചു. മാത്രമല്ല അവന്റെ 2 കാലുകളിലായിട്ട് പലതരത്തിലുള്ള മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും പലതരത്തിലുള്ള പരിക്ക് അവന് പറ്റിയിട്ടുണ്ടെന്ന് പ്രിൻസിപ്പളിനും നമ്മുടെ എഡ്വിനും മനസ്സിലായി. ദേഷ്യം വന്ന നമ്മുടെ പ്രിൻസിപ്പള് ജെഫ്രിയെ എന്നേക്കുമായി ഈ ഒരു സ്കൂളിൽ നിന്നും പുറത്താക്കുകയാണ്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേക്ക്,
എന്നും പ്രിൻസിപ്പൾ നമ്മുടെ എഡ്വിനോട് പറഞ്ഞു. ജെഫ്രിയെ പുറത്താക്കിയതറിഞ്ഞ് അവന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ ആളുകളും ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും പുറത്തു പോകാനുണ്ടോ എന്നും പറഞ്ഞ് നമ്മുടെ എഡ്വിൻ ക്ലാസ് എടുക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ അന്നത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എഡ്വിൻ നമ്മുടെ ക്രിസ്റ്റോയെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ്. മറ്റന്നാൾ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നാളെ നീ ഫ്രീ അല്ലെങ്കിൽ ഒന്ന് വരണം. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനെയും കൂട്ടട്ടെ എന്ന് നമ്മുടെ ക്രിസ്റ്റോ ചോദിക്കുന്നുണ്ട്. കാരണം എഡ്വിൻ ഒരു ഗേ ആണോ എന്നുള്ള സംശയം ഇപ്പോഴും നമ്മുടെ ക്രിസ്റ്റോയുടെ മനസ്സിലുണ്ട്. അന്ന് രാത്രി തന്നെ ഡയാനയും നമ്മുടെ എഡ്വിനെ വിളിക്കുന്നുണ്ട്. ഡയാനയ്ക്ക് എന്തോ സംസാരിക്കാനുണ്ടത്രേ. അപ്പൊ നീ നാളെ സ്കൂളിലേക്ക് പോരെ, ഞങ്ങൾ എന്തായാലും അവിടെ ഡെക്കറേഷൻ ചെയ്യാനായിട്ടുണ്ടാവും. ഓക്കെ എന്നും പറഞ്ഞ് ഡയാന ഫോൺ വെച്ചു. ഈ സമയം നമ്മുടെ ജെഫ്രി ആണെന്നുണ്ടെങ്കിൽ എഡ്വിൻ താമസിക്കുന്ന ആ ഒരു ഫ്ലാറ്റിന്റെ താഴെ തന്നെ അവനോടുള്ള പകയും മൂത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ക്രിസ്റ്റോയും അവന്റെ ഒരു കൂട്ടുകാരനും കൂടി ചേർന്നിട്ട് ഇപ്പോ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. എഡ്വിനും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഡയാന വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ നമ്മുടെ ക്രിസ്റ്റോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിരിക്കുകയാണ്. എഡ്വിൻ ഒരു ഗേ അല്ലാന്ന് ഇപ്പൊ ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവർ 4 പേരും കൂടി ചേർന്നിട്ട് അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന ആ ഒരു ഫംഗ്ഷന് വേണ്ട എല്ലാ ഡെക്കറേഷൻസും മറ്റൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവധി ദിവസമാണെന്നുണ്ടെങ്കിലും 2 സെക്യൂരിറ്റി ഓഫീസേഴ്സ് അവിടെ സ്കൂളിൽ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് ന്യൂസിലൊക്കെ ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ട കാര്യം കാണിക്കുന്നത്. അതോടുകൂടിയിട്ട് ഈ 2 സെക്യൂരിറ്റീസ് അവിടെ നിന്നും പോവുകയാണ്. ഈ സെക്യൂരിറ്റീസ് ഒക്കെ പോയ കാര്യം ജെഫ്രിയും കൂട്ടരും സ്കൂളിന്റെ പുറത്ത് നിന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇവന്മാര് ഈ ഒരു കാറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള വെപ്പൺസും എടുത്ത് ഇപ്പോൾ സ്കൂളിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇവിടെ ഇപ്പോഴും ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറിന്റെ ഡിക്കിയിൽ നിന്നും പലതരത്തിലുള്ള വെപ്പൺസ് ഇവന്മാര് എടുക്കുന്നുണ്ട്. 5-6 പേരുണ്ട് ഇവന്മാര്. ഇവരാണെന്നുണ്ടെങ്കിൽ ആകെ 4 പേര്. സെക്യൂരിറ്റി റൂമിൽ നിന്നും സെല്ലോ ടേപ്പ് എടുക്കാനായിട്ട് നമ്മുടെ ക്രിസ്റ്റോയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവന്മാർ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഈ ഒരു ക്രിസ്റ്റോയുടെ ഫ്രണ്ട് കണ്ടു. അതോടുകൂടിയിട്ട് ഇത് എഡ്വിന്റെ അടുത്ത് അവൻ വന്ന് പറയുകയും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഒരു എമർജൻസി എക്സിറ്റിന് ഒരു കീ ഉണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി റൂമിലും. ജെഫ്രിയും സംഘവും ഇപ്പൊ ഇവരെ പിടിക്കാനായിട്ട് നോക്കിയെങ്കിലും നടന്നില്ല. ഇവരങ്ങനെ ഒരു ഹാളിലേക്ക് കയറി അവിടുത്തെ ഡോറ് ലോക്ക് ചെയ്തു. ക്രിസ്റ്റോയുടെ ഫ്രണ്ടായിട്ടുള്ള അലിന അപ്പം ക്രിസ്റ്റോയോട് പറയുന്നുണ്ട്, എടാ നമ്മൾ എന്തിനാ ഈ ഓടി ഒളിക്കുന്നേ, നമ്മളെ അവരൊന്നും ചെയ്യില്ല. അതൊന്നും പറയാൻ പറ്റില്ല, ആ ജെഫ്രി അത്രയ്ക്ക് ദുഷ്ടനാണ്. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? ജെഫ്രി ഇതിനു മുമ്പ് ഒരാളെ കൊന്നിട്ടുണ്ട്. വെള്ളമടിച്ചിട്ട് അറിയാതെ ജെഫ്രി എൻ്റെ അടുത്തത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഇത്രയും നാളും എന്തുകൊണ്ട് നീ ഇത് പുറത്തു പറഞ്ഞില്ല, പോലീസിനെ അറിയിക്കേണ്ട കാര്യമല്ലേ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവനെ പേടിച്ചിട്ടാണ് ഞാൻ ചെയ്യാഞ്ഞത്. ആ ഒരു വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് ക്രിസ്റ്റോ ആ വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് നോക്കി. പക്ഷെ നെറ്റ് ഇല്ലാത്തത് കാരണം അത് പ്ലേ ആയില്ല. ക്രിസ്റ്റോയുടെ ഫ്രണ്ടായിട്ടുള്ള അലിനെ ഒരുപാട് നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് അവന്റെ അച്ഛനായിട്ടുള്ള ഭാസ്കര ഇപ്പോ സ്കൂളിലേക്ക് അന്വേഷിച്ചു വരികയാണ്. ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെ വളരെ തന്ത്രപൂർവ്വം ഭാസ്കരയെ അകത്തേക്ക് കയറ്റി. എന്നിട്ട് എടാ നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, നിന്റെ അച്ഛനെ ഞാൻ കൊന്നു കളയുന്നതിന് മുമ്പ് ആ ഒരു ഡോർ തുറന്നോ, എന്നിട്ട് എഡ്വിനെ മര്യാദയ്ക്ക് നീ പുറത്തിറങ്ങിക്കോ, അല്ലാന്നുണ്ടെങ്കിൽ ഇയാളെ ഇപ്പൊ തന്നെ ഞാൻ തീർത്തു കളയും എന്നൊക്കെ പറഞ്ഞ് ജെഫ്രി ഒരേ ഭീഷണി. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ കുറച്ച് ഓവറല്ലേ, കുറച്ച് കടന്ന കൈയല്ലേ എന്നൊക്കെ ജെഫ്രിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ ചോദിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് ജെഫ്രി അവന് നേരത്തെ പാഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ ഇവന്മാരാരെങ്കിലും പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസായി കേസായി, അതൊക്കെ വേണോടാ, നമുക്ക് ഇവന്മാരെ അങ്ങോട്ട് തീർത്ത് കളയാം. ജെഫ്രിക്കാണെന്നുണ്ടെങ്കിൽ അത്രയധികം പകയുണ്ടായിരുന്നു എഡ്വിനോട്. എഡ്വിൻ പുറത്തേക്ക് വരാനായിട്ട് അലിന്റെ അച്ഛനെ ഇപ്പോ നിഷ്കരുണം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വൃത്തികെട്ടവന്മാര്. ഞാൻ കാരണമാണ് എല്ലാം സംഭവിക്കുന്നത്, ഞാൻ മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നും പറഞ്ഞുകൊണ്ട് എഡ്വിൻ ആ ഒരു ഡോറ് തുറക്കാനായിട്ട് പോകുമ്പോഴേക്കും ഡയാനയും ക്രിസ്റ്റോയും സമ്മതിക്കുന്നില്ല. നിങ്ങളിപ്പോ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളെ മാത്രം അവർ വെറുതെ വിടില്ല. പേപ്പട്ടികളുടെ സ്വഭാവമാണ് അവർക്ക്. തെരുവിൽ നിങ്ങൾ ഈ കലാപം കാണാറില്ലേ, അതുങ്ങളുടെ വിത്തുകൾ തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ എഡ്വിന് ഒരു ബുദ്ധി തോന്നുകയാണ്. എന്നിട്ട് ജെഫ്രി അവൻ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾ പുറത്തേക്ക് വരാം, പക്ഷെ ഇവരൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇവരോടെല്ലാവരോടും കുറച്ച് മാറി നിൽക്കാനായിട്ട് നമ്മുടെ എഡ്വിൻ പറയുകയാണ്. അതനുസരിച്ച് ജെഫ്രിയും സംഘവും ഇപ്പൊ പുറകോട്ട് മാറുന്നുണ്ട്. ഈ ഒരു തക്കത്തിന് നമ്മുടെ എഡ്വിൻ പുറത്തേക്ക് പോയി അലിന്റെ അച്ഛനായിട്ടുള്ള ഭാസ്കരയെ ഇവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആ ഒരു ഡോറ് വീണ്ടും അടയ്ക്കുകയാണ്. ജെഫ്രിയും സംഘവും പ്ലിങ് ആയിട്ടുണ്ട്. പുറത്താണെന്നുണ്ടെങ്കിൽ ജെഫ്രി നല്ല ഹാലിളകി നിൽക്കുകയാണ്. എടാ കള്ള പന്നി ടീച്ചറെ, നീ എന്നെ ചതിച്ചല്ലേ? ഇല്ല ജെഫ്രി, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. ഭാസ്കരയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വീണ്ടും പുറകിലേക്ക് മാറണമെന്ന് ജെഫ്രിയോട് വീണ്ടും പറയുന്നു. ജെഫ്രിക്ക് വേറെ മാർഗമൊന്നുമില്ല, കാരണം ഈ ഒരു ഡോർ തുറക്കാനായിട്ട് അവന്മാരെ കൊണ്ട് പറ്റില്ല. വീണ്ടും ജെഫ്രിയോടും സംഘത്തോടും പുറകോട്ട് മാറി നിൽക്കാനായിട്ട് എഡ്വിൻ പറയുന്നു. എന്നാൽ മാത്രമേ ഞാൻ പുറത്തേക്ക് വരുള്ളൂ, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്.
ആദ്യം തന്നെ ഭാസ്കരെയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അലിനെയും പുറത്തേക്ക് വിടണം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു. ശേഷം ഇവർ വീണ്ടും ഡോർ അടച്ചു. ഇത് കണ്ട് ജെഫ്രിക്ക് നല്ല ഹാലിളകി. തിരിച്ചു പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഭാസ്കരെയും അലിനെയും അവർ വീണ്ടും പിടിച്ചു കൊണ്ടുവന്ന് എഡ്വിനോട് ഡോർ തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനെയും നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തീർത്ത് കളയും. ജെഫ്രി അപ്പൊ തന്നെ ഒരു പയ്യനോട് പറയുന്നുണ്ട്, നീ പുറത്തു പോയിട്ട് കുറച്ച് പെട്രോൾ എടുത്തുകൊണ്ട് വാ. അങ്ങനെ ഇവന്മാരുടെ കാറിൽ നിന്ന് തന്നെ ആ ഒരു പയ്യൻ പോയിട്ട് പെട്രോൾ ഊറ്റിയെടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു പോലീസ് വണ്ടി വരികയാണ്. എന്നിട്ട് ഇവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ചെയ്യുന്നത്? അല്ല സാർ, എൻ്റെ ഫ്രണ്ടിന്റെ വണ്ടി അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്, അപ്പോൾ പെട്രോൾ കഴിഞ്ഞിട്ട് പോയി എന്ന സംശയമുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ പോലീസുകാർക്ക് മറ്റൊരു കോൾ വരുന്നുണ്ട്. അതായത് നഗരത്തിലെ കലാപം നടക്കണല്ലോ, അവർക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ ശരി ശരി നീ വേഗം പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാർ അവിടെ നിന്ന് പോയി. അങ്ങനെ ഈ പയ്യന്റെ കയ്യിൽ നിന്ന് ഈ ഒരു പെട്രോൾ വാങ്ങിച്ചിട്ട് ജെഫ്രി ഭാസ്കരയുടെ തലയിലേക്ക് ഒഴിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാതിരുന്ന ആ ഒരു സമയത്താണ് ജെഫ്രി അയാൾക്ക് തീ കൊടുക്കുന്നത്. നിഷ്കരുണം ഭാസ്കര അവിടെ വെന്ത് വെണ്ണീറായി മാറുന്നു. അലിനാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. ആ ഒരു സ്കൂളിൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ ജെഫ്രിയും സംഘവും അവനെ തടയുകയാണ്. നിന്നെ ആരും ഒന്നും ചെയ്യില്ല, നീ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിക്കോ, എന്റെ അച്ഛനെയാടാ പന്നികളെ നിങ്ങളൊക്കെ തീർത്തുകളെന്ന് പറഞ്ഞിട്ട് അവൻ ഇവരെ ആക്രമിക്കാനായിട്ട് നോക്കി. പക്ഷേ അലിനെയും ഇവന്മാര് തീർത്തു കളഞ്ഞു. എഡ്വിനും കൂട്ടർക്കും മാത്രമല്ല, ജെഫ്രിയുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർക്കും അത് വലിയൊരു ഷോക്കായിരുന്നു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ, നേരത്തെ തന്നെ ഇതിലൊന്നും യാതൊരുവിധ താല്പര്യം ഉണ്ടാതിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം. അപ്പോഴേക്കും ജെഫ്രിയുടെ സ്വഭാവം മാറി. നീ എന്തീ പറയുന്നേ? നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇയാളെ കൊന്നിട്ടുള്ളത്, അല്ലാണ്ട് ഞാൻ മാത്രമല്ല. നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങാനും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ എല്ലാവരും കുടുങ്ങും. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും ഇവിടെ വെച്ച് തന്നെ തീർത്തിട്ട് സമാധാനമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. മറുവശത്ത് നമ്മുടെ എഡ്വിനും കൂട്ടരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കാനായിട്ട് നോക്കുമ്പോഴാണ് സെക്യൂരിറ്റി റൂമിലേക്ക് എത്തിച്ചേരുന്ന ഒരു വെന്റിലേഷൻ കാണുന്നത്. അതുവഴി രക്ഷപ്പെടാമെന്ന് എഡ്വിൻ തീരുമാനിക്കുന്നു. ആദ്യം എഡ്വിൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡയാനയെയും ക്രിസ്റ്റോയെയും ആ ഒരു ഡോറിന്റെ അടുത്ത് തന്നെ നിർത്തുകയാണ്. കാരണം ജെഫ്രിക്ക് ഒരു തരത്തിലുള്ള സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത്. ശേഷം കാണിക്കുന്നത് ആ ഒരു പാവം പയ്യനുണ്ടല്ലോ ഇവരുടെ കൂട്ടത്തിലുള്ള, ആ പയ്യൻ ഇപ്പൊ മൂത്രമൊഴിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ജെഫ്രിയും അതുപോലെ തന്നെ കൂടെയുള്ള ഒരുത്തനും കൂടി അവന്റെ കൂടെ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ എഡ്വിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വെന്റിലേഷൻ്റെ ഉള്ളിലൂടെ നേരെ എത്തിച്ചേരുന്നത് അവിടുത്തെ ബാത്റൂമിലേക്കായിരുന്നു. ഈ പയ്യന്മാരും അങ്ങോട്ടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ജെഫ്രി ആകട്ടെ ആ ഒരു പാവം പിടിച്ച പയ്യനെ അപ്പൊ തന്നെ തീർത്ത് കളയുന്നുണ്ട്. അപ്പുറത്തെ ബാത്റൂമിൽ നമ്മുടെ എഡ്വിൻ ഉണ്ടായിരുന്നു. എഡ്വിൻ മിണ്ടാതെ നിന്നു. പോകുമ്പോൾ 3 പേരുണ്ടായിരുന്നു, തിരിച്ചു വന്നപ്പോൾ 2 പേര് മാത്രം. ജെഫ്രിയുടെ കൂട്ടത്തിലുള്ളവർക്ക് പോലും ഇപ്പൊ ജെഫ്രിയെ പേടിയാണ്. മറുവശത്ത് നമ്മുടെ എഡ്വിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സെക്യൂരിറ്റി റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ വെച്ചിരുന്ന ജാമർ അവൻ ഓഫാക്കി. പക്ഷെ ഒരു തരത്തിലുള്ള നെറ്റ്വർക്കും ഉണ്ടായിരുന്നില്ല. അണ്ടനായിട്ടുള്ള ജെഫ്രിയും കൂട്ടരും ഇപ്പോഴും എഡ്വിൻ ആ ഒരു ഡോറിനപ്പുറത്ത് ഉണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവനോടായിട്ട് സംസാരിക്കാനായിട്ട് നോക്കുമ്പോൾ ഡയാനയും ക്രിസ്റ്റോയുമാണ് സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കേണ്ടത്, ആ ഒരു പട്ടി ടീച്ചർ അവിടെ, എഡ്വിൻ ടീച്ചർ, അവനോട് സംസാരിക്കാനായിട്ട് പറ. അപ്പോഴാണ് ജെഫ്രിയുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഗ്യാസ് കട്ടർ കൊണ്ടുവന്നിട്ട് ആ ഒരു ഡോറ് തുറക്കാനായിട്ട് ആരംഭിക്കുന്നത്. അങ്ങനെ ഇവർ ആ ഒരു ഡോറ് തുറന്നു നോക്കുമ്പോഴേക്കും അവിടെ ആരുമില്ല. ഡയാനയും നമ്മുടെ ക്രിസ്റ്റോയും കൂടി ചേർന്ന് ആ ഒരു വെന്റിലേഷനിലൂടെ സ്കൂളിലെ ലാബിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ച് എഡ്വിനെ ഇവര് കണ്ടുമുട്ടി. എഡ്വിൻ അങ്ങോട്ടേക്ക് വന്ന 2 ജെഫ്രിയുടെ ചിങ്കിടികളെ ഡിസ്ട്രാക്ട് ചെയ്ത് അവൻ നേരെ വരുത്തുന്നു. ഒരു സമയം കൊണ്ട് എമർജൻസി ഡോർ തുറന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവരോട് പറഞ്ഞു. പക്ഷേ എമർജൻസി ഡോറിന്റെ കീ ഇപ്പോൾ സെക്യൂരിറ്റി റൂമിലാണ്. അതെടുക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ എഡ്വിൻ പോകുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവനെ തടയാനായിട്ട് ജെഫ്രിയുടെ സംഘത്തിലുള്ള 2 ശിങ്കടികൾ വന്നു. എഡ്വിൻ പരമാവധി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഇവന്മാര് വിടുന്ന ലക്ഷണമില്ല. അങ്ങനെ അവസാനം അബദ്ധവശാലാണെന്നുണ്ടെങ്കിൽ പോലും ഇവരെ 2 എണ്ണത്തിനെയും തീർത്തിട്ട് എഡ്വിൻ അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും ജെഫ്രിയുടെ വലങ്കൈയായിട്ടുള്ള ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ഇവന് നേരെ പാഞ്ഞെടുക്കുകയാണ്. അവിടെ തന്നെയായിരുന്നു സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നത്. അബദ്ധവശാൽ അവനും ആ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് വീഴാനായിട്ട് പോകുന്നുണ്ട്. പിടിച്ചു കയറ്റാനായിട്ട് നമ്മുടെ എഡ്വിൻ ശ്രമിച്ചു. പക്ഷെ ഇവനാണെന്നുണ്ടെങ്കിൽ മറ്റേ കൈ കൊണ്ട് വാളുകൊണ്ട് എഡ്വിനെ വെട്ടാനായിട്ട് നോക്കുകയാണ്. അതോടുകൂടി അവൻ ആ ഒരു കൈ വിട്ടു. അവൻ അപ്പ തന്നെ ചത്തുമലച്ചു. മറുവശത്ത് ക്രിസ്റ്റോ എവിടെയാണ് ജനിച്ചതെന്ന് ഡയാന ചോദിക്കുന്നു. ഞാൻ മലേഷ്യയിലാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ ഡയാന പറയുന്നുണ്ട് എഡ്വിൻ അന്വേഷിക്കുന്നത് അവന്റെ ചേച്ചിയുടെ മകനെയാണ്. അപ്പോഴേക്കും ജെഫ്രിയുടെ മുമ്പിലേക്ക് നമ്മുടെ എഡ്വിൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 2 പേരും കൂടി വലിയൊരു ഫൈറ്റ് നടക്കുന്നു. അവസാനം എഡ്വിന് നമ്മുടെ ജെഫ്രിയെ തീർത്ത് കളയേണ്ടതായി വരുന്നു. അപ്പോഴാണ് നമ്മുടെ ക്രിസ്റ്റോ മറ്റൊരു കാര്യം കൂടി ഡയാനയോട് പറയുന്നത്, എനിക്കൊരു ടിൻ ബ്രദറും കൂടി ഉണ്ട്. അങ്ങനെ ഇവർ 2 പേരും കൂടി ചേർന്ന് എമർജൻസി എക്സിറ്റിലൂടെ ഇപ്പൊ പുറത്തേക്ക് കടക്കുകയാണ്. ജെഫ്രിയുടെ അവസാന നിമിഷത്തിൽ പോലും അവന്റെ കൂടെ ഉണ്ടായിരുന്നവര് പോലും ഇപ്പോ അവൻ
അവന്റെ കൂടെ നിൽക്കുന്നില്ല. അവരെല്ലാവരും അവിടെ നിന്നും ഓടിപ്പോകുന്നു. അപ്പോഴേക്കും കലാപകാരികൾ ഒന്നടങ്കം ഈ ഒരു സ്കൂൾ ലക്ഷ്യമാക്കി സൂംബികൾ വരുന്നത് പോലെ ഒരു സുനാമി പോലെ വന്നുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ നമ്മുടെ എഡ്വിൻ ഒരു തൊപ്പിയും എടുത്ത് അവിടെ നിന്നും ഇവർക്കിടയിലൂടെ നടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ നമ്മുടെ എഡ്വിൻ ഒരു ക്ലിപ്പ് കാണുന്നുണ്ട്, ഒരു വീഡിയോ ക്ലിപ്പ്. അതിൽ പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു പയ്യനെ ഒരുത്തൻ വന്ന് വാളുകൊണ്ട് വെട്ടുന്നതിന് മുമ്പായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എടാ, എന്റെ അമ്മയെ ഒരുപാട് പേര് ചേർന്ന് ഗ്യാങ് റേപ്പ് ചെയ്തിട്ടുണ്ടായവനാടാ ഞാൻ, എനിക്ക് യാതൊരുവിധ ദയവും ദാക്ഷിണ്യവുമില്ല എന്നും പറഞ്ഞിട്ട് അവനെ ആ ഒരു സെൽഫി മോഡിൽ കാണിക്കുമ്പോൾ നമ്മുടെ എഡ്വിൻ ഞെട്ടിപ്പോയി. അതായത് അവന്റെ ചേച്ചിയുടെ മകനായിരുന്നു ജെഫ്രി. സങ്കടം സഹിക്ക വയ്യാതെ നമ്മുടെ എഡ്വിൻ അവിടെ നിന്നും പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു വാന് ആ ഒരു സ്കൂളിന് മുന്നിൽ വരുന്നുണ്ട്. അതിലേക്ക് അവൻ ചാടിക്കയറി. അതുകൊണ്ട് മാത്രം ആ ഒരു കലപകാരികളിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. മറുവശത്ത് ജെഫ്രിയും സംഘവും പൂട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യനുണ്ടല്ലോ, അവൻ ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നതും കാണിക്കുന്നു. ഈ ഒരു വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഇപ്പൊ നമ്മുടെ എഡ്വിന് നേരെ കൈ കണ്ടിട്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അവന്റെ കയ്യിലായിട്ട് ഒരു മുറിപ്പാടും ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട പങ്ക തന്നെയായിരുന്നു. അവൻ പേര് പറഞ്ഞതും നമ്മുടെ എഡ്വിൻ എന്താ പറയേണ്ടെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ അവനെ നോക്കുന്നുണ്ട്. ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ഈ ഒരു സിനിമ എല്ലാവർക്കും ഒരു മെസ്സേജ് ആണ് നൽകുന്നത്. ജാതിയുടെയും മതത്തിന്റെയും പേരിലൊക്കെ തമ്മിൽ കലഹമുണ്ടാക്കുന്നത് സാധാരണക്കാരായിരിക്കില്ല ഒരിക്കലും. അത് നമ്മൾ പലതരത്തിലും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പൊളിറ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ ഈ മതഭ്രാന്ത് മനസ്സിൽ കൊണ്ട് നടക്കുന്നവര്, അതുപോലെ തന്നെ വൃത്തികെട്ട മീഡിയാസ് ഉണ്ട്. എല്ലാ മീഡിയാസും അങ്ങനെയല്ല, ചില മീഡിയാസ് മാത്രം. ഇതൊക്കെയാണ് ഈ ഒരു മതം എന്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ മറ്റുള്ളവന്റെ മതം നോക്കിയിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പെരുമാറുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ ഇത് ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. ആരൊക്കെ? ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അതുപോലെ തന്നെ ഈ ഒരു മീഡിയാസ്. അവർക്കൊക്കെ അന്നുള്ള കഞ്ഞി കുടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ വരും തലമുറയിലുള്ളവരും ഇപ്പോഴുള്ളവരും എല്ലാവരും നല്ല രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം മനുഷ്യരായിട്ട് മറ്റുള്ളവരോട് പെരുമാറുക എന്നൊരു മെസ്സേജാണ് ഈ ഒരു സിനിമയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടാറ്റ, ബൈ ബൈ.